ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തീ പോലും കത്തിക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇതിനെല്ലാം തിരക്കെല്ലാം വേഗം ഒരു പുഡിങ്ങെല്ലാം ഉണ്ടാക്കിയെടുക്കണം, എന്നാലും അത് അടിപൊളി ടേസ്റ്റ് വേണോ എന്ന് ചിന്തിക്കുന്നവർക്കില്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ റെസിപ്പി കണ്ടുനോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാനിതാ കെറ്റിലിൽ നല്ല തിളച്ച വെള്ളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കെറ്റിലുണ്ടെങ്കിൽ കെറ്റിൽ തന്നെ ഉണ്ടാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തീ കത്തിച്ചിട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ കത്തിച്ചിട്ടുണ്ടാക്കാം കേട്ടോ. ഞാനിപ്പം തീ കത്തിക്കാണ്ട് ഉണ്ടാക്കിയോണ്ടാണ് തീ പോലും കത്തിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞത്. 1.5 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളത്തിലേക്കില്ലേ ഞാനിപ്പം പൈനാപ്പിൾ ജെല്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതാ പൈനാപ്പിൾ ജെല്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് 1.5 കപ്പ് നല്ല തിളച്ച വെള്ളത്തിലേക്ക്. ഇനിയിപ്പം ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ആ ഒരു തരിപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ പുഡിംഗ് ട്രയൽ തന്നെ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ആ ഒരു തരിപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കലാണ്. ഇനി ഇത് ഫ്രീസറിൽ 1/2 മണിക്കൂർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ജെല്ലി റെഡി ആയിട്ട് കിട്ടും. ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 1 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 1.5 കപ്പോളം ഫ്രഷ് ക്രീമും 1/2 കപ്പോളം മിൽക്ക് മെയ്ഡും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാരെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ടിൻഡ് ഫ്രൂട്ടില്ലേ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കുറച്ച് പഞ്ചസാരയിൽ കുക്കാക്കി എടുക്കലില്ലേ അതുപോലെ കുക്കാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഫ്രഷ് ഫ്രൂട്ട്സ്. ഇനിയിപ്പോൾ അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കലാണ്. ഇനിയിപ്പം വേണ്ടത് ബ്രെഡോ എന്താ പറയുക, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേക്ക്, കപ്പ് കേക്കോ അങ്ങനെ എന്തെങ്കിലും കേക്ക് ഉണ്ടാവില്ലേ, ഇല്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ്, ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കി എടുക്കാം. ഇതാ ഞാൻ മൊത്തത്തിൽ സൈഡെല്ലാം കട്ടാക്കി എടുക്കലാണ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാംഗോ ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്ട്രോബെറി, പിന്നെന്താ ഷമാമ്, അങ്ങനത്തെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവില്ലേ. പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കുക്കാക്കിയിട്ട് ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഈ എന്താ പറയുക ഈ ഒരു ഫ്രഷ് ക്രീമിലും മിൽക്ക് മെയ്ഡിലും മിക്സ് ആക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പൈനാപ്പിൾ മാത്രമേ ജസ്റ്റ് ഒന്ന് കുക്കാക്കിയിട്ട് ചേർക്കണ്ടൂ. ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തീ പോലും കത്തിക്കാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ സൈഡെല്ലാം മൊത്തത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജെല്ലിയും കൂടി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പെട്ടെന്ന് ജെല്ലിയെല്ലാം എന്താ പറയുക സെറ്റായിട്ട് കിട്ടും. നമുക്കൊരു 5 മിനിറ്റ് മാത്രം മതി. 5 മിനിറ്റും വേണ്ട ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്ക്. ഞാനിതാ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാനിപ്പം വീഡിയോക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. നിങ്ങൾ പാർട്ടിയിലും ഇതിനെല്ലാം ചെയ്യുമ്പം ചെയ്തോ, വീട്ടിലും മാത്രം കുട്ടികൾക്കെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കാം. പക്ഷേ സ്ട്രോബെറി വെച്ചിട്ട് സെറ്റാക്കി എടുക്കുമ്പം കാണുമ്പം കുറച്ചുകൂടി മൊഞ്ചിട്ടാവും. നമ്മൾ ടേബിളിലെല്ലാം സെറ്റ് ചെയ്തെടുക്കുമ്പില്ലേ കാണുമ്പം കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണും. അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഏകദേശം ഒരേ സൈസിലുള്ള സ്ട്രോബെറി എടുക്കണം കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിലേ കുറച്ച് വലുതും ചെറുതല്ലോ എന്നിട്ട് ഞാൻ ഏകദേശം ഒരുപോലെയുള്ളത് അങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ജെല്ലി റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഇതാ ബ്രെഡ് വെച്ച് കൊടുക്കലാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കുറച്ച് ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് അതിന് മുകളിൽ ഈ ഒരു ലെയറിന് മുകളിൽ ബിസ്ക്കറ്റ് പൊടിച്ചത് വെച്ച് കൊടുത്തതിനാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ബ്രെഡ് ആകുമ്പം വാലിട്ടാൽ അലിയുന്ന ടെക്സ്ചറിൽ കിട്ടും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ബ്രെഡിൻ്റെ പീസസ് ഓരോ ഭാഗത്തും കറക്റ്റായിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. പിന്നെന്താ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു പുഡിങ്ങില്ലേ ഈ ഒരു ഈദിന് ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് പുഡിങ്ങാന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ മിൽക്ക് മെയ്ഡിലും ഫ്രഷ് ക്രീമിലും മിക്സ് ആക്കി വെച്ച ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. ബ്രെഡ് നമ്മൾ ഒന്നിലും സോക്ക് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. പാലൊന്നും മുക്കിയിട്ടില്ല, ഡയറക്റ്റ് ബ്രെഡ് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. പിന്നെ ഈ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും നല്ല ലൂസല്ലേ, ബ്രെഡിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു ഫ്രഷ് ക്രീമിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും ടേസ്റ്റ് മൊത്തത്തിൽ ബ്രെഡിൽ അങ്ങനെ കുതിർന്ന് വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബ്രെഡ് കഴിക്കാൻ വേണ്ടിക്ക്.
അപ്പോൾ ഇതാ മൊത്തത്തിൽ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ നിരത്തി വെക്കലാണ്. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രം നിങ്ങളൊന്ന് കുക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, അധികം പുളിയുള്ള ഫ്രൂട്ട്സ് ചേർക്കാണ്ടിരിക്കാനാണ് നല്ല. നോർമൽ ഈ സ്ട്രോബെറി എല്ലാം ചെറുതായിട്ടുള്ളൊരു പുളിപ്പെല്ലാം ഉണ്ടാവും. സ്ട്രോബെറി, ഷമാമ്, അതുപോലെ എന്താ പിന്നെ പഴം, ആപ്പിള് എല്ലാം ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഒരു ഭംഗിക്ക് വേണ്ടിക്ക് മാത്രം മുകളിലായിട്ട് ഞാൻ സ്ട്രോബെറി വെച്ച് കൊടുക്കലാണ്. സ്ട്രോബെറിൻ്റെ ആ ഒരു ഇലകളും കാര്യങ്ങളൊന്നും കളയാണ്ടാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് ഏത് രീതിയിലും സെറ്റാക്കി എടുക്കുക. പിന്നെ ഈ ഫ്രൂട്ട്സ് മാത്രം മുകളിലിട്ടിട്ട് അങ്ങനെയും സെർവ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, ഈ ഒരു ഈദിനെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പുഡിങ്ങാണ്. നിങ്ങൾ രാത്രിയോ രാവിലെയോ ഏത് ടൈമായാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാൻ പറഞ്ഞ പോലെ തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. കിറ്റിലെല്ലാം ഇല്ലാണെങ്കിൽ തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ചൂടുവെള്ളം തിളപ്പിക്കുന്ന ഒരു പണിയേ ഉള്ളൂ. അങ്ങനെ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. നമുക്ക് അന്നേരം തന്നെ സെറ്റായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫ്രീസറിലെല്ലാം വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സെറ്റാക്കി എടുക്കുന്ന ടൈമില്ലേ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡിൻ്റെ എല്ലാം മിക്സ് ബ്രെഡിൽ നല്ലോണം കുതിർന്ന് നല്ല ബ്രെഡെല്ലാം നല്ല സോഫ്റ്റായി അതിൻ്റെ അടിയിലുള്ള ആ ഒരു എന്താ പറയുക പൈനാപ്പിൾ ജെല്ലി തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് സ്ട്രോബെറി ജെല്ലി ആണെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ജെല്ലി എടുത്താലും കുഴപ്പമൊന്നുമില്ല. മാംഗോ ജെല്ലി ഉണ്ടെങ്കിൽ മാംഗോ ജെല്ലി എടുക്കാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. മുകളിൽ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും താഴെയായിട്ട് ആ ഒരു എന്താ പറയുക ജെല്ലി, നടുവിലായിട്ട് ആ ഒരു നല്ല എന്താ പറയുക മിൽക്ക് മെയ്ഡിലും ഫ്രഷ് ക്രീമിലും സോക്കായിട്ട് വന്ന ബ്രെഡും എല്ലാം ആയിട്ട് കഴിക്കുമ്പില്ലേ വേറെ എന്താ പറയുക ഇതുവരെ നിങ്ങൾ കഴിച്ചതിലും ഏറ്റവും ടേസ്റ്റിയുള്ള പുഡിങ്ങാന്ന് ഞാൻ പറയും. അത്ര അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. പിന്നെന്താ, ഇതുപോലെ ഒരുപാട് പുഡിംഗ് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ടിടാം. പിന്നെന്താ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.